ഹേയ് ഗായ്സ്, ഇതെന്റെ ആദ്യത്തെ ചെറിയൊരു വ്ളോഗാണ്. എനിക്കങ്ങനെ വ്ളോഗ് എടുക്കണ്ടേന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് അടുത്ത കുറച്ചും കൂടി ബെറ്റർ ആക്കാം. അപ്പൊ ഇത് 2 ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താണ്. പിന്നെ ശനിയാഴ്ച എന്റെ അച്ഛനും അമ്മേനും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കാനും പിന്നെ മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു 2 കസ്റ്റമേഴ്സിന്. പിന്നെ ഒരു കൊറിയർ അയക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ടൗണിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു ഞങ്ങള്. ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടത്. ഇതിനൊരു ഓവർകോട്ടും കൂടി ഉണ്ട്, അത് ഞാൻ ഇട്ടില്ല, സ്ലീവ്ലെസ് ആയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. റെഡിയായി കറക്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴയും പെയ്തു. അപ്പം മഴ പെയ്തപ്പോൾ മഴ കാണാൻ വന്നിരിക്കുന്നവരാണ് ഇവര്. 4 പേരാണ് ഇപ്പോൾ ഉള്ളത്, മൊത്തം 6 പേരുണ്ട്. അവരെല്ലാരെയും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. ഞാനും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. മഴയായതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തില്ല, ബസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ഷോപ്പിലെത്തി കുറച്ച് മെറ്റീരിയൽ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് കുറച്ച് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് ചോദിച്ചു എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടോ എന്നൊക്കെ. എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പൊന്നുമില്ല. കസ്റ്റമേഴ്സ് പറയുമ്പോൾ ടൗണിലുള്ള ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്യാറ്. ഒരു കസ്റ്റമറിന് വർക്കുള്ള നെറ്റും പ്ലെയിൻ നെറ്റും ആണ് എടുത്തത്. ഫ്രോക്കിന് വേണ്ടിയിട്ടായിരുന്നു. കസ്റ്റമറിന് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമ്മൾ എടുത്തത്. സാറ്റിന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കിനുള്ള മെറ്റീരിയൽ ആയിരുന്നു, അതും നമ്മൾ എടുത്തു. അത് പ്ലെയിൻ സെറ്റ് ആയിരുന്നു വേണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള അജറക്ക് മെറ്റീരിയൽ ഓൺലൈനിൽ അവർ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ റെഫറൻസ് പിക്ക് ഞാനിവിടെ കാണിക്കാം, ഡ്രസ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് അനിയന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറിയർ അയച്ചു, കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. പിന്നെ തലേദിവസം അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അച്ഛൻ വന്നപ്പം സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് മൈസൂർ പാക്കൊക്കെ. പിന്നെ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഇത് വാങ്ങിക്കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുങ്കുമവും വാങ്ങി, അതെപ്പോഴും വാങ്ങിക്കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് രണ്ടും അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നെക്സ്റ്റ് ഡേ ചേച്ചിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീനങ്ങാടി വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. അപ്പൊ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആവുകയാണ്. പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ബിരിയാണി ആയിരുന്നു കഴിച്ചത്, അതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ല. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോയി. ടീഷർട്ട് എടുക്കാൻ പോയതായിരുന്നു, ടീഷർട്ട് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും എടുക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാനായിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഷോപ്പിലൊക്കെ. അവിടെ നിന്ന് ഞങ്ങൾ അമ്മയ്ക്ക് ഒരു ചുരിദാർ മെറ്റീരിയലും അച്ഛയ്ക്ക് ഒരു ഷർട്ടും എടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കും കൂടി ഒന്ന് പോയി. പിന്നെ അവിടെ നിന്ന് ഈ ഒരു മുട്ടായി കണ്ടു. അപ്പൊ ചേച്ചിക്ക് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമായില്ല, എന്തോ മാതിരി ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും അത് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. മഴയൊക്കെ കഴിഞ്ഞ് തോർന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ, ചെറിയൊരു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം, ബൈ.